അമേരിക്ക ഇറാനെതിരെ ആക്രമണം നടത്താൻ പോകുന്നു. ഈ ഒരു അറിയിപ്പ് പുറത്തുവിട്ടത് അമേരിക്ക തന്നെയായിരുന്നു. എന്നാൽ നേരിട്ട് അമേരിക്ക ഇറാനെതിരെ ആക്രമണം നടത്തുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇല്ല. ഇറാഖ്, സിറിയ പോലെയുള്ള രാജ്യങ്ങളിൽ ഇറാന്റെ ബേസസ് എവിടെയാണോ ഉള്ളത് അതെല്ലാം കണ്ടുപിടിച്ച് അമേരിക്ക ആക്രമണം നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ ഇറാൻ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, അമേരിക്ക ഞങ്ങൾക്കെതിരെ ആക്രമണം നടത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന്റെ പ്രത്യാക്രമണം ഉണ്ടാകും എന്ന് അറിയിച്ചിരുന്ന അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് ഇറാഖ് പറഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ രാജ്യത്ത്, ഞങ്ങളുടെ സ്ഥലത്ത് അമേരിക്കയുടെ ആക്രമണം ഉണ്ടെങ്കിൽ അമേരിക്കയ്ക്കെതിരെ ഞങ്ങളും ആക്രമണം നടത്തും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറാനും ഇറാഖും തമ്മിലുള്ള പ്രശ്നം കുറച്ചധികം ദിവസങ്ങളായി തന്നെ നമ്മൾ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇറാൻ ഇറാഖിൽ ആക്രമണം നടത്തി, അതുപോലെ തന്നെ ഇറാൻ പാകിസ്ഥാനിലും ആക്രമണം നടത്തി എന്ന് നമ്മൾ കണ്ടു. ആ പ്രശ്നമൊക്കെ അവസാനിച്ച് ഇപ്പോൾ ഇറാൻ വേഴ്സസ് അമേരിക്ക, അമേരിക്ക വേഴ്സസ് ഇറാഖ് എന്ന സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിന്റെ പ്രധാന കാരണം ഇസ്രയേലിനെ സംരക്ഷിച്ചു എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇസ്രയേൽ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? അമേരിക്ക വേഴ്സസ് ഇറാൻ എന്നൊരു സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇസ്രയേലിന്റെ പ്രഷർ അധികമാവുമോ, അതോ ഇസ്രയേലിന് അനുകൂലമായ സാഹചര്യം വരുമോ? ഇതെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ വളരെ വ്യക്തമായി അറിയാൻ പോകുന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏകദേശം ഒരു 800 പേർ യൂറോപ്പ് യൂണിയനിലും അമേരിക്കയിലുമുള്ള ഏകദേശം 800 പ്രധാനപ്പെട്ടവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഇതുവരെ ഇതുപോലെയൊരു നാശനഷ്ടം ഉണ്ടായിട്ടില്ല. ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത് ഇതേ ഇസ്രയേൽ ഹമാസ് പ്രശ്നത്തിലാണ്. 60 ദിവസം 90 ദിവസം പിന്നിട്ടു എന്ന് പറയുമ്പോഴും ഇത്രയും അധികം നാശനഷ്ടം മറ്റൊരു കാലത്തും നടന്നിട്ടില്ല. ഇത് ആരംഭിച്ചത് ഒക്ടോബർ മാസം 7-ാം തീയതി. എന്നിട്ടും ഇത്രയും അധികം നാശനഷ്ടം ഗാസ ഭാഗത്ത് ഉണ്ടായിക്കഴിഞ്ഞു. ഇത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നാണ് ആ 800 പേർ യൂറോപ്പ് യൂണിയനിലും അമേരിക്കയിലുമുള്ള ആ 800 പേർ കൊടുത്ത കത്തിലുണ്ടായിരുന്നത്. ഈ കത്ത് ഐക്യരാഷ്ട്രസഭയിലാണ് കൊടുത്തിരിക്കുന്നത്. എന്നാലും ഇതിനെതിരെ എന്തെങ്കിലും തീരുമാനം ഐക്യരാഷ്ട്രസഭയ്ക്ക് എടുക്കാൻ സാധിക്കുമോ എന്നതും ഒരു വലിയ ചോദ്യം തന്നെയാണ്. പല സംഘടനകൾ ഐക്യരാഷ്ട്രസഭയ്ക്ക് സഹായങ്ങൾ ചെയ്താലും ഐക്യരാഷ്ട്രസഭയുടെ എയ്ഡ് ചീഫ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെയൊരു യുദ്ധം ഇതുവരെ കണ്ടിട്ടില്ല എന്നതാണ്. അത്രയ്ക്കും വേസ്റ്റായ ഒരു യുദ്ധമാണ് ഈ ഇസ്രയേൽ ഹമാസ് യുദ്ധം എന്നാണ് പറഞ്ഞത്. അടുത്തത് ഇറാഖ്. ഇറാഖ് പറഞ്ഞിരിക്കുന്നത്, അമേരിക്ക ഞങ്ങളുടെ രാജ്യത്ത് ആക്രമണം നടത്താൻ പോകുന്നു, അതിനും ബലിയാടാവുന്നത് ഇറാനാണ്. ഇറാൻ അനുകൂലികളെയാണ്, അവരുള്ള സ്ഥലത്താണ് ആക്രമണം നടത്തുന്നതെങ്കിലും ഞങ്ങളുടെ ഏരിയയിലാണ് അമേരിക്ക ആക്രമണം നടത്തുന്നത്. ഞങ്ങളുടെ ഏരിയയിൽ ആക്രമണം നടത്തിയാൽ തീർച്ചയായും അമേരിക്കയ്ക്കെതിരെയുള്ള പ്രത്യാക്രമണം ഞങ്ങളും നടത്തുമെന്ന് ഇറാഖ് അറിയിച്ചിരിക്കുന്നു. അടുത്തത് റെഡ് ക്രസന്റ്. അല്ലമൽ ഹോസ്പിറ്റലിൽ നിരവധി ആക്രമണം നടത്തി കഴിഞ്ഞു. നിരവധി പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. സോ അല്ലമൽ ഹോസ്പിറ്റൽ ഒരു ഗ്രേവ്യാർഡായി മാറിയിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവിടെയുള്ള സാഹചര്യം വ്യക്തമാക്കിയിരിക്കുന്നു. യുണിസെഫ് സംഘടന ഇപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? ഗാസ ഭാഗത്തുള്ള കുട്ടികളെ സംരക്ഷിക്കണം, ബാക്കിയുള്ള കുട്ടികൾക്ക് മെന്റലായും ഫിസിക്കലായും സപ്പോർട്ട് കൊടുക്കണം, അവരെ തയ്യാറാക്കണം. കാരണം അവിടെയുള്ള കുട്ടികളുടെ മനസ്സ് അത്രത്തോളം ബാധിക്കപ്പെട്ടിട്ടുണ്ട്. ആ കുട്ടികളെ ആ സാഹചര്യത്തിൽ എങ്ങനെ രക്ഷപ്പെടുത്താൻ പോകുന്നു എന്ന ഒരു വ്യക്തത നമുക്ക് എല്ലാവർക്കും വേണം. ആ കുട്ടികളെ സഹായിക്കണം. അങ്ങനെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു തലമുറയെ തന്നെ ഇല്ലാതാക്കിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. സോ അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എത്രയും പെട്ടെന്ന് ഇതൊക്കെ അവസാനിപ്പിക്കാൻ പറ്റുമോ എന്ന ചോദ്യം ഉയർത്തിയിരിക്കുകയാണ്. അടുത്തത് അമേരിക്കയ്ക്കുള്ളിൽ തന്നെ ഒരു സർവേ നടത്തുന്നു. ഇസ്രയേൽ ഹമാസ് പ്രശ്നത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ ഇസ്രയേൽ ഇത്രത്തോളം ആക്രമണം നടത്തുമെന്ന്, ഇത്രത്തോളം വലിയൊരു യുദ്ധമാക്കി മാറ്റുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല എന്ന് 50 പേർ പറയുന്നു. അതായത് 100-ൽ 50 പേർ സർവേ നടത്തിയപ്പോൾ അമേരിക്കയിലുള്ള 100-ൽ 50 പേർ ഇസ്രയേലിന് എതിരായ കാര്യമാണ് പറയുന്നത്. മാത്രമല്ല ഇതൊന്നും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നും പറയുന്നുണ്ട്. അടുത്തത് ബെൽജിയം. ബെൽജിയം ഇസ്രയേലിനെതിരായ വിചാരണ നടത്തിയിരിക്കുന്നു. ഇസ്രയേൽ അംബാസഡേഴ്സിനെ ബെൽജിയം വിളിച്ച് അവരോട് ചോദിക്കുന്നു, ഗാസ ഭാഗത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇസ്രയേൽ ബെൽജിയം ബേസസ്, ഗാസ ഭാഗത്തുള്ള ബെൽജിയം ഫെസിലിറ്റീസിലൊക്കെ ആക്രമണം നടത്തിയിരിക്കുന്നു. നിങ്ങളുടെ പ്ലാൻ എന്താണ്? ഒരു രാജ്യവും ഗാസ ഭാഗത്തുള്ളവരുമായി ഒരു രീതിയിലുള്ള ബന്ധവും വെക്കാൻ പാടില്ലേ? ഒരു രീതിയിലുള്ള ട്രേഡിങ്ങും ചെയ്യാൻ പാടില്ലേ? മിലിറ്ററി പരമായും അതുപോലെ തന്നെ സിദ്ധാന്തപരമായും ഒരു റിലേഷൻസും അവരുമായി പാടില്ലേ എന്ന ചോദ്യം ഉയർത്തിയിരിക്കുന്നു. അതേ ബെൽജിയത്തിൽ കർഷക സമരം നടന്നുകൊണ്ടിരിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. UK-യുടെ ഫോറിൻ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാലസ്തീൻ എന്ന രാജ്യം ഉണ്ടാകാൻ വേണ്ടി ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകും, ഞങ്ങളും പരിശ്രമിക്കും എന്ന് പറഞ്ഞിരുന്നു. ഇത് പാലസ്തീനിലെ പല നേതാക്കളും സ്വാഗതം ചെയ്തിട്ടുണ്ട്. അങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. പാലസ്തീൻ ജനങ്ങൾക്ക് പാലസ്തീൻ, അതുപോലെ തന്നെ ഇസ്രയേൽ ജനങ്ങൾക്ക് ഇസ്രയേൽ, ഇങ്ങനെയുള്ള 2 സ്റ്റേറ്റ് പോളിസിയാണ് ഇപ്പോൾ മിക്കവരും ഇനിഷ്യേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
എന്നാൽ ഈ 2 സ്റ്റേറ്റ് പോളിസി ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് നെതന്യാഹു പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്ത് തന്നെ സംഭവിച്ചാലും 2 സ്റ്റേറ്റ് പോളിസി ഞങ്ങൾ അംഗീകരിക്കില്ല. എല്ലായിടത്തും ഞങ്ങൾ തന്നെ വേണം. ഒരു എൻഡ് മുതൽ മറ്റൊരു എൻഡ് വരെ, മെഡിറ്ററേനിയൻ സീ മുതൽ റെഡ് സീ വരെ ഞങ്ങൾ തന്നെ ഉണ്ടായിരിക്കണം എന്നതാണ് അവരുടെ അഭിപ്രായം. അപ്പോൾ ഗാസ ഭാഗം പാലസ്തീൻ ജനങ്ങളല്ലേ താമസിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതുകൊണ്ടാണ് ഗാസ ഭാഗം ഞങ്ങളിപ്പോൾ കുറച്ചായി പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. വൺസ് ഗാസ മുഴുവനായും പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അവിടെ സെക്യൂരിറ്റിയായി ഇസ്രയേൽ ട്രൂപ്സ് ആയിരിക്കും നിൽക്കുന്നത്. അതിനുശേഷം ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇനി അഥവാ അങ്ങനെ പ്രശ്നം വന്നു കഴിഞ്ഞാലും അതിനെ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറയുന്നു. മാത്രമല്ല 2 സ്റ്റേറ്റ് പോളിസിയെ ആരൊക്കെ അനുകൂലിക്കുന്നോ അവരെയെല്ലാം എതിർക്കാനുള്ള സാഹചര്യത്തിലേക്ക്, മാനസികാവസ്ഥയിലേക്ക് ഇസ്രയേൽ പോയിക്കൊണ്ടിരിക്കുന്നു. അടുത്തത് ഹോസ്റ്റേജസ് സ്വാപ്പ്. കഴിഞ്ഞ ദിവസം ഈജിപ്തും ഹമാസും തമ്മിൽ ചർച്ചയിൽ ഏർപ്പെട്ടിരുന്നു എന്നൊരു അപ്ഡേറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ തീരുമാനത്തിനൊടുവിൽ ഹോസ്റ്റേജ് സ്വാപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന ആ ഒരു തീരുമാനം വന്നതായി പറയപ്പെടുന്നു. കുറച്ച് ദിവസങ്ങളായി തന്നെ ഹോസ്റ്റേജ് സ്വാപ്പ് ഇനി നടക്കാൻ സാധ്യതയില്ല. ഇസ്രയേൽ അത്രത്തോളം എയർ സ്ട്രൈക്ക് നടത്തുന്നു, അവിടെയുള്ള ഹോസ്പിറ്റലിൽ ആക്രമണം നടത്തുന്നു. ഇസ്രയേൽ തന്നെ സേഫ് സോൺ ആണെന്ന് അറിയിച്ച അതേ സ്ഥലത്ത് തന്നെ ഇസ്രയേലിന്റെ എയർ സ്ട്രൈക്ക് നടക്കുന്നു. ഇതിനെല്ലാം അപ്പുറം ഒരു ചർച്ച വഴി എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ഹമാസും ഈജിപ്തുമായി ചേർന്ന് ഒരു ചർച്ചയിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഖത്തറും ഇതേപോലെയുള്ള ഒരു ചർച്ചയിൽ ഏർപ്പെട്ടിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. സോ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹോസ്റ്റേജ് സ്വാപ്പ് നടക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു അറിയിപ്പ് പുറത്തു വന്നിട്ടുള്ളത്. അടുത്തത് അയർലൻഡ്. യൂറോപ്പ് യൂണിയനും അതുപോലെ തന്നെ ഇസ്രയേലും തമ്മിലുള്ള കുറച്ച് ഡീലിംഗ്സ്. ഇത്രയും അധികം പ്രശ്നങ്ങൾ ഇസ്രയേൽ ഉണ്ടാക്കി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇസ്രയേലുമായി ഇനി എന്തൊക്കെ ഡീലിംഗ്സ് ചെയ്യാം, എന്തൊക്കെ ഡീലിംഗ്സ് ചെയ്യാൻ പാടില്ല എന്ന മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു വാർ മിഷന് ഫ്യൂവൽ ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നത് പോലെയാകും. അതായത് ഇസ്രയേലിന്റെ ഈ ഒരു യുദ്ധത്തെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെയാകും. അതുകൊണ്ട് ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെന്ന് അയർലൻഡ് പറഞ്ഞിരിക്കുന്നു. അയർലൻഡ് ഈ പറഞ്ഞ കാര്യം വളരെ കറക്റ്റ് ആണ്. കാരണം റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം റഷ്യയുമായി ഒരു ബന്ധവും പാടില്ല എന്നും പറഞ്ഞ് ഇന്ത്യക്ക് വളരെ വലിയ പ്രശ്നങ്ങളൊക്കെയും വന്നിട്ടുണ്ടായിരുന്നു. റഷ്യയുമായി ഒരു തരത്തിലുള്ള ട്രേഡിങ്ങിലും ഏർപ്പെടരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് മറുപടിയായി ഇന്ത്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആഗോളതലത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞങ്ങൾ ഫോളോ ചെയ്താണ് റഷ്യയുമായി ട്രേഡിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. അതേപോലെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇസ്രയേലിനും കൊടുക്കണം. ഇത് തന്നെയാണ് ഹംഗേരിയും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര ദിവസം റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈനെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും? എത്ര ദിവസം ഇസ്രയേൽ ഹമാസ് പ്രശ്നത്തിൽ ഇസ്രയേലിനെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമെന്ന്. യൂറോപ്പ് യൂണിയൻ മറ്റ് രാജ്യങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. അമേരിക്ക എന്താണോ പറയുന്നത് അതനുസരിച്ചാണ് മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്കും സ്വന്തമായി അഭിപ്രായം വേണ്ടേ? നമ്മുടെ പദ്ധതികളും സ്വന്തമായി തന്നെ രൂപവൽക്കരിക്കേണ്ടേ? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും ഹംഗേരിയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ ചോദ്യങ്ങൾ ഇപ്പോൾ അയർലൻഡും ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ ഇതുമൂലം എന്തെങ്കിലും മാറ്റം യൂറോപ്പ് യൂണിയനിൽ വരുമോ എന്ന് ചോദിച്ചാൽ സാധ്യതയുണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ. തീർച്ചയായും മാറ്റം വരുമെന്ന് പറയാൻ നമുക്കതിന് കഴിയില്ല. ഇതേ ചോദ്യം തന്നെയാണ് അയർലൻഡും ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. എന്നാൽ ഇതുമൂലം യൂറോപ്പ് യൂണിയനിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് ചോദിച്ചാൽ സാധ്യതയുണ്ട് എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായും അത് നടക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു മാറ്റം യൂറോപ്പ് യൂണിയനിൽ വരുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അടുത്തത് 7 പേരെ തുർക്കി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഈ 7 പേരും ആരാണ് എന്ന് നോക്കുമ്പോൾ മൊസാഡിന് വേണ്ടി പ്രവർത്തിച്ചവരാണ് എന്ന് പറയുന്നു. ആ 7 പേരും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് മൊസാഡിന് വിവരങ്ങൾ പാസ് ചെയ്തത് കൊണ്ടാണ് അറസ്റ്റ് ചെയ്തത് എന്നതാണ് വിവരം. ഈ 7 പേർ മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഇറാൻ ഒരു പ്രധാന അറിയിപ്പ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. മൊസാഡ് നെറ്റ്വർക്ക് തന്നെ ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന്. ഇത് കാരണം ഏതൊക്കെ രാജ്യത്താണ് മൊസാഡ് ഏജൻസ് ഉള്ളത്, അവരുടെ നെറ്റ്വർക്ക് കാപ്പബിലിറ്റി എന്ത്, അവരുടെ നെറ്റ്വർക്ക് എവിടേക്കാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിരുന്നു. അവരെ കണ്ടുപിടിച്ച് വേട്ടയാടുമെന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു. സോ മൊസാഡ് ഏജൻസ് അല്ലെങ്കിൽ മൊസാഡുമായി ബന്ധപ്പെട്ടവരെ എവിടേക്കാണ് ഉള്ളത്, അവരുടെ നെറ്റ്വർക്ക് എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് അവർക്കുള്ള ശിക്ഷ ഇറാനും കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തുർക്കിയും അത് ചെയ്യുന്നുണ്ട്. ഇറാൻ പറഞ്ഞിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ മൊസാഡ് ഏജൻസ് ഏഷ്യൻ ഭൂഖണ്ഡത്തിലുമുണ്ട്, പ്രത്യേകിച്ച് ഇന്ത്യയിലുമുണ്ട് എന്ന് പറയപ്പെടുന്നു. സോ ഓപ്പണായി അല്ലെങ്കിൽ ഡയറക്റ്റ് ആയി മൊസാഡ് ഏജൻസ് അല്ലെങ്കിൽ മൊസാഡ് നെറ്റ്വർക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ ഇറാൻ പറയുന്നത് സത്യമല്ലാതിരിക്കില്ല. അതുമല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ വാർഫെയറിനായി ഇറാൻ ശ്രമിക്കുന്നുണ്ടാകാം. ഇനി അഥവാ ഇറാൻ പറയുന്നതെല്ലാം മറ്റു രാജ്യങ്ങൾ വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ ഇറാൻ എന്തെങ്കിലും ചെയ്തു കാണിക്കണം. അതിനുവേണ്ടി ഇനി ഇറാൻ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്നത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. ഇനിയും നിരവധി അപ്ഡേറ്റുകളുണ്ട്. ഇതെല്ലാം അറിയാൻ നിങ്ങൾ ചെയ്യേണ്ടത് വോയിസ് ഓഫ് വിക്കി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും മറക്കാതെ കമന്റായി ചേർക്കുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.